നമ്മളൊന്ന് കാണണമെന്ന് അതെ, ഓർത്തിരുന്നല്ലേ? ഞാനും ചേട്ടൻ്റെ മുമ്പിൽ ഒത്തിരി ആലോചിച്ച് കുറച്ച് പ്രിപ്പറേഷൻസോട് കൂടി വന്നിരിക്കാന്ന് വിചാരിച്ചാണ്. പക്ഷെ ഇതൊരു ഷോക്കായി പോയി. താഴെ വന്ന് പരിപാടി കഴിഞ്ഞ് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു മേളിലൊരു ചെറിയ ചാറ്റ് സെക്ഷൻ ഉണ്ട്. അപ്പൊ ഞാൻ ചോദിക്കും ആറുപ്പാ ഹൈദരേട്ടൻ എന്ന് പറഞ്ഞു. ഇപ്പൊ വേണോ? അല്ല, പിന്നീട് പോയാൽ പിന്നെ യാത്ര പോലോ നമുക്ക് അതൊന്നും വേണ്ട. നമുക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ച് പോവാം. നമുക്ക് ആരോടും പറയാത്ത കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം. എന്തായാലും ഇവിടെ വന്നപ്പം ഇത്തരം ഒരു പ്രോഗ്രാമിലൊക്കെ ആദ്യമായിട്ടായിരിക്കും പങ്കെടുക്കുന്നത്. നമ്മുടെ മേഖല മിമിക്രി അല്ലല്ലോ, വേറെ മേഖലയാണ്. സിബിഐ ഇങ്ങോട്ട് വരാനുള്ള പ്രചോദനം എന്താണ്? ഈ റൈറ്റൽ അസോസിയേഷനായിട്ട് എനിക്ക് അതിലെ ചില അംഗങ്ങളായിട്ടൊക്കെ എനിക്ക് ഭയങ്കര കണക്ഷൻസ് ആണ്. കാര്യം ഞാൻ റിയാലിറ്റി ഷോസിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ക്രിയേറ്റീവ്സ് ആയിട്ട്. അപ്പോൾ അവിടെ സ്ക്രിപ്റ്റ് എഴുതാനും കണ്ടന്റ് റൈറ്റ് ചെയ്യാനും ഒക്കെ റൈറ്റലിലെ ആൾക്കാരാണ് വരുന്നത്. ഇപ്പൊ സതീഷ് ഏട്ടൻ അങ്ങനെ കുറച്ച് അവരൊക്കെ വരാറുണ്ട്. ആ ഒരു ബന്ധം എന്ന് ഇവരോടൊപ്പം ഉണ്ട്. പിന്നെ നമ്മളുടെ ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരുന്ന സ്റ്റാർട്ട് മ്യൂസിക് ഷോ ആണെങ്കിലും അവിടെയും കണ്ടന്റ് എഴുതാൻ വരുന്ന ഇവരാണ്. ഒട്ടുമിക്ക എല്ലാ ചാനലുകളും ഇവരാണല്ലോ എഴുതുന്നത്. അപ്പൊ അവര് ബന്ധം അവരായിട്ടുണ്ടായി. അതാ വിളിച്ച് ഓടി വന്നത്. അതാണ് ഓടി വന്നത്. അച്ഛൻ എങ്ങനെയുണ്ട്? അച്ഛനിപ്പം ഇത് 6-ാം തീയതി ജൂൺ 6-ാം തീയതി സർജറിയാണ്. 6-ാം തീയതി സർജറിയാണ്. ഇപ്പം റെസ്റ്റിലാണ്. അന്വേഷിക്കണമല്ലോ. ഞാൻ അറിഞ്ഞിരുന്നു അച്ഛൻ ഇങ്ങനെ എന്നോട് അഖിൽമാരും പറഞ്ഞിരുന്നു. അതെ, സർജറിയാണ്. 6-ാം തീയതി സർജറിയാണ് തിരുവനന്തപുരത്ത് വെച്ചിട്ട്. ബിഗ് ബോസിൽ നിന്ന് വന്നിട്ട് എങ്ങനെയുണ്ട്? ബിഗ് ബോസിൽ നിന്ന് വന്നിട്ട് കുഴപ്പമില്ല. പോയിട്ട് എങ്ങനെയുണ്ട്? അല്ല, ഷോ ഓഫ് കോഴ്സ് ഷോ എന്ന് പറയുന്നത് ഒരു വളരെ മനോഹരമായ ഒരു ഷോയാണ്. ആ ഷോയുടെ ആ ഒരു മനോഹാരിത കൊണ്ട് തന്നെയാണ് നമ്മൾ ആ ഷോ അട്രാക്റ്റഡ് ആയത്. നമ്മൾ പോയി കയറി കൊടുത്തത്, അങ്ങനെ പറയാം. കയറി കൊടുത്തത് അങ്ങനെ പറയാം. ബട്ട് ചെന്നപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്രാവശ്യമാണ്, ഈ സീസൺ ആണെന്ന് തോന്നുന്നു, നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിലേക്കുള്ള ഒരു കൊളാപ്സ് ഉണ്ടായത്. ഒരു വീഴ്ചയാണല്ലോ. ഞാൻ അങ്ങനെ പറയുള്ളൂ കേട്ടോ. ഒരു എന്താ പറയുക, യൂഷ്വൽ ബിഗ് ബോസ് അല്ല ഇപ്പം നടക്കുന്നത്. മറ്റെന്തുവാണ് ആ ഷോയുടെ പേര് ഇപ്പോൾ? എന്തുകൊണ്ടാണ് അങ്ങനെ? ക്രിയേറ്റേഴ്സിൻ്റെ കുഴപ്പമാണല്ലോ അത്. ഈ ഫ്രം സെലക്ഷൻ ടു എക്സിക്യൂഷൻ ഇതിൻ്റെ ക്രിയേറ്റേഴ്സിൻ്റെ കയ്യിലാണല്ലോ ഈ ഷോ. അപ്പം അത് ഉണ്ടാക്കുന്നവർക്ക് ഇതിനെക്കുറിച്ച് പ്രത്യേകിച്ച് അറിവില്ലായ്മ അറിയില്ല ഈ പരിപാടി എങ്ങനെയാണെന്നുള്ളത്. അല്ലെങ്കിൽ അവരുടെ ക്വാളിറ്റി എവിടെയാണോ അവിടെ നിന്നുകൊണ്ട് ആ പ്രതലത്തിൽ നിന്നുകൊണ്ട് അവർ കളിക്കും. അവർ മാറുന്നില്ല. അവർക്ക് മാറാൻ താല്പര്യമില്ലായിരിക്കും, അല്ലെങ്കിൽ അറിവില്ലായിരിക്കും. അങ്ങനെയായിരിക്കും. ആ ഒരു ഗ്രൗണ്ട് ലെവലിൽ കിടന്നിട്ടുള്ള കളിയല്ലേ ഉള്ളൂ. അല്ല, സിബിയെ സംബന്ധിച്ച് ഞാൻ സിബിയുടെ പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്നതാണ്. ബിഗ് ബോസ് കാണുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. സമയം കിട്ടുന്ന എല്ലാ ദിവസവും സമയം ഉണ്ടാക്കി കാണുന്ന ഒരു വ്യക്തിയാണ്. ഒന്നില്ല VTP കാണുകയും ഓഫീസിരുന്നാണെങ്കിൽ കാണും. ഇത് 24 കാണുന്നില്ല, എപ്പിസോഡ് ഞാൻ സിബിയെ കണ്ടിരുന്നു. എനിക്ക് അവസാനമൊക്കെ സിബിയുടെ പെർഫോമൻസ് ഒക്കെ വളരെ ഇഷ്ടപ്പെട്ടു. എങ്ങനെയാണ് സിബി ഔട്ട് ആവുന്നത്? സിബി സ്വയം അവിടെ പോയിട്ട് പറയുന്നത് എനിക്ക് പോകണമെന്ന് പറയുന്നു. വീണ്ടും സിബി കയറിയിട്ട് ഞാൻ കുഴപ്പമില്ല, എല്ലാവരും എനിക്ക് കുഴപ്പമില്ല എന്ന്. സിബിക്ക് എന്താണ് സംഭവിച്ചത്? പലരും ഇപ്പം ഹൈദരേട്ടൻ പറഞ്ഞ കാര്യം പലരും മിസ് ചെയ്യുന്നൊരു കാര്യമാണ്. എന്ന് വെച്ചാൽ ഞാൻ പുറത്ത് പോകണമെന്ന് പറഞ്ഞ് ഇവരെന്നെ പുറത്ത് കൊണ്ടുപോയിട്ട് ഞാൻ തിരിച്ചു കയറി വന്നു. അത് പലരും മിസ് ചെയ്യാണ്. ഞാൻ തിരിച്ചു വന്ന ആളാണ്. എല്ലാവരും പറയുന്നു കരഞ്ഞു ഇറങ്ങിപ്പോയി എന്ന് പലരും പറയുമ്പോഴും ആരും മനസ്സിലാക്കുന്നില്ല. ഒരു ഇമോഷണൽ ബ്രേക്ക് ഡൗൺ കഴിഞ്ഞ് പുറത്തേക്ക് പോയതിനു ശേഷം ഞാൻ തിരിച്ചു വന്നു. ആ തിരിച്ചു വരവിനെ കുറിച്ച് ഇവിടെ ആരും സംസാരിക്കുന്നില്ല. ഞാൻ തിരിച്ച് വന്ന് നെക്സ്റ്റ് ഡേ ഡോക്ടർ എന്നോട് ആവശ്യപ്പെട്ടത് പ്രോപ്പർ റെസ്റ്റ് എടുക്കണം എന്നാണ്. യു നീഡ് സ്ലീപ്പ്, നിങ്ങൾ ഉറങ്ങണം. ആ ഉറക്കം എനിക്ക് അവിടെ നിന്ന് കിട്ടിയില്ല. ഞാനത് അവരോട് ആവശ്യപ്പെടുകയാണ്, ബാക്ക് ടു ബാക്ക്. എനിക്ക് ഉറങ്ങണം എന്ന് ഞാൻ ചോദിക്കുമ്പോൾ എന്നെ ഇഗ്നോർ ചെയ്യണം അവർ. അതായത് എൻ്റെ ഫണ്ടമെൻ്റൽ റൈറ്റാണ്, ഒരു മനുഷ്യൻ്റെ ഫണ്ടമെൻ്റൽ റൈറ്റാണ് അയാൾക്ക് നിഷേധിക്കപ്പെടുന്നത്. അത് ഞാൻ ചോദ്യം ചെയ്തു. എനിക്ക് ഉറങ്ങണം എന്ന് പറഞ്ഞപ്പോൾ ഒരു പ്രത്യേക സിറ്റുവേഷൻ, കണ്ടീഷൻ്റെ പേര് അവിടെ ഉപയോഗിക്കേണ്ടി വന്നു. അപ്പോഴാണ് അവരെന്നെ പുറത്തേക്ക് കൊണ്ടുപോയത്. അപ്പോഴും എന്നോട് ആ കൺഫെഷൻ റൂമിലിരുന്ന് പറഞ്ഞത്, ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം താങ്കൾക്ക് ഇപ്പോൾ വിശ്രമം ആവശ്യമെന്നാണ്. വിശ്രമം കഴിഞ്ഞ് തിരിച്ചു വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ തിരിച്ചു വന്നില്ല. 3 ദിവസം ഒരു മുറിയിൽ എന്നെ പൂട്ടിയിട്ടു. അല്ല, അവിടെ സ്വാഭാവികമായിട്ട് അങ്ങനെയല്ലേ, നമ്മൾ അവിടെ നിന്ന് പോകുന്ന ഒരു റൂമിലേക്ക് ആക്കുമല്ലേ സ്വാഭാവികമായിട്ട് എല്ലാവരും അങ്ങനെയല്ലേ. അപ്പം സിബിയെ അങ്ങനെ തന്നെയല്ലേ ആക്കിയത്? അല്ലാതെ പൂട്ടിയിട്ടു എന്ന് ഞാൻ പറയാൻ കാര്യം, എനിക്ക് എന്ത് സംഭവിക്കുന്നു, എന്താണ് നടക്കുന്നതെന്ന് എന്നോടും പറയുന്നില്ല, എൻ്റെ വീട്ടുകാരോടും പറയുന്നില്ല. അത് തെറ്റാണ്. എന്നോടും പറയുന്നില്ല. പുറത്തേക്ക് വിടാനാണെങ്കിൽ അത്തരത്തിൽ സംസാരിക്കാം. തിരിച്ച് കയറ്റാനാണെങ്കിൽ എന്നെ അങ്ങനെയാണ് കബളിപ്പിച്ചത് കേട്ടോ. തിരിച്ച് കയറ്റും എന്നാണ് എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നത് അവസാന നിമിഷം വരെ. എൻ്റെ വീട്ടുകാർ ബാക്ക് ടു ബാക്ക് വിളിക്കുകയാണ്, പറയുന്നില്ല, അവരോടൊന്നും അപ്ഡേറ്റ് ചെയ്യുന്നില്ല എന്താ നടക്കുന്നതെന്ന്. ലാസ്റ്റ് അവർ പ്രശ്നം ഉണ്ടാക്കിയതിൻ്റെ പേരിലാണ് 4-ാമത്തെ ദിവസം എൻ്റെ വീട്ടുകാർക്ക് ഒരു ഇൻഫർമേഷൻ കൊടുക്കുന്നത്. ആ കൊടുത്ത ഇൻഫർമേഷൻ്റെ ഭാഗമായിട്ടാണ് എൻ്റെ അച്ഛന് അസുഖം വന്നത്. അത് ഷോക്കിംഗ് ആയിരുന്നു അദ്ദേഹത്തിന്. അങ്ങനെ ഒരു വാർത്ത സ്വന്തം മകന് ഭ്രാന്താണെന്ന് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഏതച്ഛനാണ് സഹിക്കുന്നത്? അല്ല, അത് അച്ഛൻ അത് കേട്ടിട്ടാണ് ഷോക്ക് ആവുന്നത്. അതായത് പുള്ളിക്ക് ഓൾറെഡി ഹാർട്ട് ഡിസീസ് ഉണ്ട്. പക്ഷെ അത് ടാബ്ലറ്റ്സ് ഒക്കെ കഴിച്ച് അങ്ങനെ പോകുമായിരുന്നു. പക്ഷെ ഈ ഒരു ഇൻഫർമേഷൻ ആണ് പുള്ളിക്ക് ഒരു മേജർ ബ്രേക്ക് ഡൗണിലേക്ക് കൊണ്ടെത്തിക്കുന്നത്.
ഒരു വീട്ടുകാർക്കും എൻ്റെ സുഹൃത്തുക്കൾക്കും അത് എടുക്കാൻ പറ്റില്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭ്രാന്തായി എന്നൊക്കെ വിളിച്ച് പറഞ്ഞത് എങ്ങനെ ശരിയാവും? എന്നിട്ട് അവർ ഇപ്പോഴും അതാ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല, ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴും അതിൻ്റെ ഇടയ്ക്ക് ഷിബി ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഷിബി പുറത്ത് വന്ന് ചാനലിലൊക്കെ ചെറിയ ചെറിയ ബൈറ്റുകൾ കൊടുക്കുമ്പോൾ ഷിബിയെ വീണ്ടും ഏഷ്യാനെറ്റിൽ നിന്ന് ബന്ധപ്പെട്ടു നീ അറിഞ്ഞു? ഇന്നലെ രാവിലെ വരെ എന്നെ ബന്ധപ്പെട്ടു. എന്തിനാണ് അവർ വീണ്ടും വീണ്ടും ബന്ധപ്പെട്ടു? മേക്കിംഗ് ഷുവർ ദാറ്റ് ഞാൻ ഇതൊന്നും പുറത്ത് സംസാരിക്കില്ല, ഉറപ്പുവരുത്തുകയാണ്. എന്നും പറയില്ല, അവൻ ഓക്കെയാണ്, നമ്മുടെ കൺട്രോളിലാണ് എന്നുള്ളൊരു ഉറപ്പുവരുത്തലാണ്. അപ്പോൾ ഷിബി എന്ത് പറയും? ഞാൻ അവരോട് അവരെന്താണ് ആഗ്രഹിക്കുന്ന ആ മറുപടി അവർക്ക് കൊടുക്കും. കാര്യം എനിക്കറിയാം അവർ ഷോ എങ്ങനെയെങ്കിലും ഈ ഷോ അവസാനിപ്പിക്കുക എന്നുള്ളതാണ് അവരുടെ ഇപ്പോഴത്തെ ലക്ഷ്യം. ഷോ അവസാനിച്ച് കഴിഞ്ഞാൽ ഞാൻ ഇനി എന്നെ എങ്ങനെയൊക്കെ അവർക്ക് ഉപദ്രവിക്കാൻ പറ്റും അങ്ങനെയൊക്കെ അവരെന്നെ ഉപദ്രവിക്കും എന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു. കാര്യം ഞാൻ അവരോട് ഇറങ്ങിയപ്പോൾ ചോദിച്ച വളരെ ലൈറ്റായിട്ടുള്ളൊരു കാര്യമാണ്, എന്നെ നിങ്ങൾ എന്തിന് പുറത്താക്കി? എനിക്ക് എന്തിന് നിങ്ങൾ എൻ്റെ വീട്ടുകാരെ നിങ്ങൾ ഈ കാര്യങ്ങൾ കൃത്യമായി അറിയിച്ചില്ല? എന്തുകൊണ്ട് നിങ്ങൾ എനിക്ക് മരുന്ന് തന്നു? ഇതിനുള്ള ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നമുക്കൊരു അടച്ച മുറിയിലിരുന്ന് സംസാരിക്കാം എങ്കിൽ ഞാൻ കൺവിൻസ്ഡാണ്. എനിക്ക് പുറത്തത് പറയേണ്ട കാര്യമില്ല. അതിന് പോലും അവർ തയ്യാറല്ലെങ്കിൽ പിന്നെ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ എപ്പോഴും പറയുന്നില്ലേ എൻ്റെ ഗ്രാറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ദ ചാനൽ. ആ ചാനലിനോടുള്ള ഗ്രാറ്റിറ്റ്യൂഡ് കാരണമാണ് ഞാൻ ഇത്രയും നാളും കാത്തിരുന്നത്. ഇപ്പോൾ 1 മാസത്തോളം ഞാൻ ഒരു വളർച്ചയ്ക്ക് ആ ചാനൽ ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും എൻ്റെ 100% ഏഷ്യാനെറ്റ് എനിക്ക് എന്താ പറയുക, എൻ്റെ ഒരു മീഡിയ എക്സ്പോഷർ തുടങ്ങുന്നത് ഏഷ്യാനെറ്റിൽ നിന്നാണ്. ആ നന്ദി എനിക്ക് ഏഷ്യാനെറ്റിനോടുണ്ട്. പക്ഷേ ചാനലല്ലല്ലോ, ഈ ചാനലിലിരിക്കുന്ന കുറച്ച് ആൾക്കാരുടെ ഈഗോനെയാണ് ഇത് പ്രശ്നം. അത് എന്നെ ഡയറക്റ്റ് ഫോൺ വിളിച്ച് കാര്യം പറയാൻ പോലും ഈഗോയിസ്റ്റിക്കാണ് ഇവരെൻ്റെ സുഹൃത്തുക്കളെ വിളിച്ചിട്ട്, ഫോർ എക്സാമ്പിൾ ഇപ്പം കുറച്ചുകൂടെ ഹയർ പ്രൊഫൈലിൽ നിൽക്കുന്ന എൻ്റെ സുഹൃത്തുക്കളെ വിളിച്ചിട്ട് സിബിനോട് പറഞ്ഞ് മനസ്സിലാക്കണം. അപ്പം ഞാൻ കേട്ടോണ്ടിരിക്കുകയാണ് ലൗഡ് സ്പീക്കറിൽ, അദ്ദേഹം പറയുന്നു സിബിനോടൊന്ന് പറയണം. അപ്പം പുള്ളിക്കാരത്തി പറയാണ്, എന്നാൽ ചേട്ടനെ എന്നെ ഡയറക്റ്റ് ഒന്ന് സിബിനെ വിളിച്ചുകൂടെ? ഞാനൊന്നും അവനെ വിളിക്കില്ല, എനിക്കതിൻ്റെ ആവശ്യമില്ല. അതെന്താ? ഞാൻ അത്രയും കുറഞ്ഞ ആളാണ്. എന്നോട് ഞാൻ ആവശ്യപ്പെടുന്ന ചെറിയ കാര്യമാണ്, നിങ്ങൾ എനിക്കൊരു എക്സ്പ്ലനേഷൻ എന്താ, ഞാൻ ഓക്കെയാണ്. അതിനവർ തയ്യാറല്ല. ഷിബിനെ അവിടെ നിന്ന് വീണ്ടും അവർ റൂമിലേക്ക് മാറ്റുന്നു, 3-4 ദിവസത്തേക്ക് മാറ്റുമ്പോൾ ഷിബിൻ അവിടെ നിന്ന് പോകുന്ന സമയത്ത് അവിടെ പോകുന്നതിന് മുമ്പ് തന്നെ ഒരു ടാബ്ലറ്റ് കഴിച്ചിട്ടേ കൊണ്ടുപോകുള്ളൂ, അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു കേട്ടോ? റൂമിനകത്ത് വെച്ച്, കൺഫെഷൻ റൂമിനകത്ത് വെച്ച് എനിക്കൊരു ടാബ്ലറ്റ് പുള്ളി തന്നു, കഴിക്കാൻ പറഞ്ഞു. ഞാൻ കഴിക്കില്ല എന്ന് പറഞ്ഞു. ഇല്ല, ഐ വിൽ നോട്ട് ടേക്ക് സൈക്യാട്രിക് ഡ്രഗ്സ്, ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞു. പുള്ളി എന്നെ നിർബന്ധിച്ചു. ഇൻഫാക്ട് എന്നെ വെളിയിൽ ഇറക്കിയ സമയത്തും, ഞാൻ പറയുന്ന ആദ്യം പുറത്തു കൊണ്ടുപോയ സമയത്ത്, അപ്പോഴും എന്നോട് പറഞ്ഞു ഈ മരുന്ന് കഴിക്കൂ. ഞാൻ പറഞ്ഞു ഞാൻ കഴിക്കില്ല. അവസാനം അവർ കൺവിൻസ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു ശരി എന്നാൽ ഞാൻ കഴിക്കാം. പക്ഷെ എന്തോ എനിക്ക് ആ മരുന്ന് തന്നില്ല ആ സമയത്ത്. പിന്നെ അടുത്ത ദിവസം തൊട്ടാണ് മരുന്ന് തന്നു തുടങ്ങിയത്. എത്ര ദിവസം കഴിച്ചു? ഞാൻ 1 ദിവസമേ കഴിച്ചിട്ടുള്ളൂ. ബാക്കി ഇവരുടെ ചിന്തയിൽ ഞാൻ കഴിക്കുന്നുണ്ടെന്ന്, എനിക്ക് എൻ്റെ കൂടെയുള്ള ആൾ എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്തതെന്ന് എനിക്ക് അറിയില്ല. ചിലപ്പോൾ കഴിക്കുന്നുണ്ടെന്നായിരിക്കും, കഴിക്കുന്നില്ലെന്നായിരിക്കും പറഞ്ഞത്. പക്ഷെ ഞാൻ ഒരു കഴിച്ച് കഴിയുമ്പോൾ നമ്മൾ സ്ലീപ്പിംഗ് ആണോ? നമുക്ക് നമ്മുടെ ബ്രെയിൻ വർക്കാവില്ല, മനസ്സിലായില്ല. ഉറക്കത്തിലേക്ക് പോകും, നമുക്ക് ചിന്തകൾ കൺട്രോൾഡ് ആവുക, അങ്ങനത്തെ ഒരു പരിപാടിയാണ് ഉണ്ടായത്. ടയർഡായി, ഭയങ്കര ടയർഡായി, ഉറക്കമായിരുന്നു.